ഡീ, നീ എന്തുവായി എഴുതി കൂട്ടുന്നേ? ആത്മഹത്യക്കുറിപ്പ് വല്ലതും ആണോ? ഞാൻ ചത്താൽ നിങ്ങളെ ആരെ കൊല്ലുന്നേ? ആ ബോധം നിനക്കുണ്ടല്ലേ, അഹങ്കാരി. ഞാൻ കഥ എഴുതുക. ആരെ കുറിച്ചാ? സ്നേഹനിധിയായ കെട്ടിയനെ കുറിച്ചാ. ഒരു കഥയുമില്ലാതെ നിങ്ങളെ പറ്റി എന്തെഴുതാനാ? കൊച്ചിനെ ഉണർത്തണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ തെറി വിളിക്കാത്തത്. കേട്ടോടി പോത്തെ. ഇത്രയും പറഞ്ഞ് എനിക്കൊരു നുള്ളും തന്ന് ഏട്ടൻ പുറത്തേക്ക് പോയി. ആളിങ്ങനെ ഒന്നും അല്ലായിരുന്നു. എഴുതാനെടുത്ത കടലാസ് മടക്കി ടേബിളിൽ വെച്ചു. കഴുത്തിലെ താലി ഒന്ന് ചുണ്ടോടടുപ്പിച്ച് ചുംബിച്ചു. ഒരു പ്രേമത്തിന്റെ പേരിൽ ഒരാളിങ്ങനെയൊക്കെ മാറുമോ? മാറും. കണ്ണേട്ടൻ മാറിയില്ലേ? ഒരു കാലത്ത് നാട്ടിലെ സർവ്വ തിണ്ണ പരിപാടികളിലെയും മാസ്റ്റർ ബ്രെയിൻ കണ്ണേട്ടനായിരുന്നു. കള്ളും കഞ്ചാവുമായിരുന്നു ആളിന്റെ ധർമ്മദൈവങ്ങൾ. ചെറുപ്രായത്തിലെ വടിക്കിയിലെ കുട്ടി പിഴച്ചുപോയല്ലോ എന്ന് അമ്മ പലപ്പോഴും പറയുന്നത് കേട്ടാണ് ഞാൻ ഉറക്കമുണരാറ്. അയൽവക്കക്കാരാണെങ്കിലും ഞാനും കണ്ണേട്ടനും കീരിയും പാമ്പും പോലെ ആയിരുന്നു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത വടിക്കേലമ്മയ്ക്ക് ഈ കാലപ്പിറപ്പിന് എവിടുന്ന് കിട്ടിയെന്ന് ഞാൻ കണ്ണേട്ടന്റെ അമ്മയോട് ചോദിക്കുന്നത് കേട്ടാണ് ഒരിക്കൽ പുള്ളിക്കാരൻ അങ്ങോട്ട് കയറി വന്നത്. കരണം പൊട്ടിക്കുക ഒരെണ്ണം തന്നിട്ട് ഇപ്പോൾ ഇറങ്ങണം ഇവിടെ നിന്ന് പറഞ്ഞു. ഇയാളുടെ കോവിലകം അടച്ചങ്ങ് വെച്ചോ, അല്ലെങ്കിൽ ഒരുത്തിയും ഇങ്ങോട്ട് കയറാൻ പോകുന്നില്ല. കണ്ണേട്ടന്റെ മുഖത്ത് നോക്കി ഇത്രയും പറഞ്ഞ് ഞാൻ അവിടുന്ന് പറന്നു കളഞ്ഞു. വീടിനെ കുറിച്ച് ദൂരെയുള്ള കോളേജിലായിരുന്നു എനിക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയത്. കണ്ണേട്ടൻ അവിടെയായിരുന്നു പഠിച്ചിരുന്നത്. വിദ്യാർത്ഥി സമരത്തിന്റെ പേരിൽ വെട്ടും കുത്തും നടന്ന് കേസായി. അതോടെ മോനെ ഗൾഫിൽ വിട്ട് കുടുംബം നന്നാക്കാനുള്ള വടിക്കേലമ്മയുടെ മോഹത്തിനും കണ്ണേട്ടൻ സീലൊട്ടിച്ചു. കോളേജ് ബസ്സിൽ നിന്നും ഇറങ്ങി കുറച്ച് നടന്നാലേ വീട്ടിലേക്ക് എത്തൂ. കൂട്ടിന് 1-2 സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നത് കൊണ്ട് അതെനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഏറെ വൈകിയാണ് ഞാൻ വൈകിട്ട് കവലയിൽ എത്തിയത്. സന്ധ്യ മയങ്ങിയത് കൊണ്ട് ഒറ്റയ്ക്ക് പോകാനും ഒരു മടി. മഴ ചാറ്റിലോട് കൂടി ആയതോടെ ഞാൻ പേടിച്ച് നിൽപ്പായി. ഫോണിലാണെങ്കിൽ ചാർജുമില്ല. അറിയാവുന്ന ആരെങ്കിലും വന്നിരുന്നെങ്കിൽ. ചുറ്റും നോക്കിയപ്പോൾ കടത്തിണയിൽ എന്നെ തന്നെ നോക്കി ഒരാൾ നിൽക്കുന്നത് കണ്ടു. കണ്ണേട്ടൻ. കണ്ടപ്പോൾ ഒരു ആശ്വാസം. ആളിന്റെ പേരിൽ നിലവിൽ പെൺവിഷയമൊന്നുമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. എന്നെ ഒന്ന് കൊണ്ടാക്കോ? നിന്റെ നീളമുള്ള നാവില്ലേ, അതിൽ കയറിയിരുന്നങ്ങ് പോ. ഇയാൾക്ക് എന്നെ കൊണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ? ഞാനൊരു കുപ്പി ബിയർ വാങ്ങി തന്നാൽ കൊണ്ടാക്കാമോ? നീ എന്നെയും പറ്റിക്കും. മോൾ ഒറ്റയ്ക്കങ്ങ് പോയാൽ മതി. മറ്റു മാർഗമില്ലാതെ വന്നപ്പോൾ കുടയും പിടിച്ച് ഞാൻ പതിയെ നടക്കാൻ തീരുമാനിച്ചു. പെട്ടെന്നൊരു കൈ വന്നെന്നെ ചുറ്റിപ്പിടിച്ചെന്റെ കുടയിൽ കയറി. ഒരു കുപ്പി ബിയർ വെറുതെ കളയണ്ടല്ലോ. എന്റെ ദേവിയെ, ഇയാൾക്ക് ഈ സൂക്കേടും ഉണ്ടായിരുന്നോ? ഇയാൾ കൈയെടുത്തേ, ബിയറൊക്കെ ഞാൻ വാങ്ങിത്തരാം. നീ നനയാതിരിക്കാനല്ലേ? അയ്യടാ, ഞാൻ നനയില്ല. കള്ളു നാറിയിട്ട് വയ്യ. കുടയിൽ നിന്നും ഇറങ്ങിക്കേ. മഴ നനഞ്ഞു വന്നാൽ മതി. എനിക്ക് വിശ്വാസം തീരെയില്ല. എന്റെ കൂടെ നടന്നാൽ നിനക്ക് ചീത്തപ്പേരാണല്ലേ. ഏതെങ്കിലും നല്ല വീട്ടിൽ പിറന്നവൻ കെട്ടേണ്ട പെണ്ണിന് ഭാവി ഞാനായിട്ട് കളയുന്നില്ല. കണ്ണേട്ടൻ മഴയും നനഞ്ഞ് കൂടെ നടന്നു. കാല് നിലക്ക് ഉറക്കുന്നുണ്ടായില്ലല്ലോ. എങ്കിലും ഉറപ്പുള്ളവനെ കൊണ്ട് വന്ന് നടത്തിക്കടി. കൂടുതൽ സംസാരിക്കാൻ ഞങ്ങൾ തമ്മിൽ തെറ്റുമെന്നായതോടെ ഞാൻ മിണ്ടാതെയായി. ഡി വായടി, നിനക്ക് സ്വയം തൊഴിലിനോട് താല്പര്യമുണ്ടോ? വഷളത്തരം പറയാനാണ് ഭാവമെങ്കിൽ ചെരുപ്പൂരി അടിക്കും ഞാൻ. അതൊന്നുമല്ല. നീ ഒന്ന് കേൾക്ക്. ആദ്യം കോളേജ് പിള്ളേരുടെ ഇടയിൽ കഞ്ചാവിനൊക്കെ നല്ല മാർക്കറ്റാണ്. ഞാൻ സാധനം എത്തിക്കാം. നീ സെയിൽസ് ഓഫീസറായി ഒന്ന് ഇരുന്നാ മതി. പഠനത്തിനോടൊപ്പം പാർട്ട് ടൈം ജോലി. എന്താ നിന്റെ അഭിപ്രായം? പോടാ പ്രാന്ത. ആദ്യമാണ് കണ്ണേട്ടൻ പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നത്. ആ ചിരിയിൽ എന്നെ വീഴ്ത്തുന്ന എന്തോ ഉള്ളതുപോലെ തോന്നി. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല. വീടിന്റെ പടിക്കൽ വരെ കൊണ്ടാക്കിയിട്ട് ആള് തിരിച്ചു നടന്നു. കണ്ണേട്ടാ, ബിയറിന്റെ കാശ് വേണ്ടേ? വേണ്ട എന്ന് പറയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് ഞാൻ മറന്നു. കാശെട്. വാശാളൻ. ഇയാൾ നന്നാവില്ല. ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ തമ്മിൽ കാണുമ്പോഴൊക്കെ മുഖം ചുളിക്കലൊക്കെ പുഞ്ചിരിക്ക് വഴിമാറി. വൈകുന്നേരങ്ങളിലുള്ള കൂടിക്കാഴ്ചകളും പതിവായി. കുടിക്കാതെ പച്ചയ്ക്ക് ആളിനൊന്ന് കാണണമെന്ന് മോഹം ഒഴികെ എന്റെ കുഞ്ഞു പിടിവാശികൾക്ക് മുന്നിൽ കണ്ണേട്ടൻ തോറ്റുതരാൻ തുടങ്ങിയിരുന്നു. പറയാതെ പ്രണയം പറഞ്ഞ ദിനങ്ങൾ. പക്ഷേ വീട്ടിൽ കല്യാണാലോചന ആയതോടെ കാര്യങ്ങൾക്ക് പഴയ രസമില്ലാതെയായി. എങ്ങനെയും എന്നെ സർക്കാർ ജോലിക്കാരനെ കൊണ്ട് കെട്ടിക്കൂ എന്ന് അച്ഛൻ ശപഥം ചെയ്ത മട്ടായിരുന്നു.
പിന്നെ പെണ്ണുകാണലിന്റെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. ചൊറിയും കുത്തി നടന്ന് കണ്ണേട്ടനെ അങ്ങനെ കല്യാണം മുടക്കൽ ഒരു ജോലിയായി. തമാശ കളഞ്ഞ് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കണം, അല്ലെങ്കിൽ കണ്ടവന്റെ താലി ജീവിതകാലം മുഴുവൻ ഞാൻ ചുമക്കേണ്ടി വരും. ഇനി അധികകാലം എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. കരഞ്ഞുകൊണ്ടാണ് ഒരിക്കൽ ഞാനിത് പറഞ്ഞത്. കുടിച്ചു നടക്കാനാണ് ഭാവമെങ്കിൽ എനിക്ക് ഇനിയൊന്നും പറയാനില്ല. വൈകുന്നേരം വീട്ടിൽ നിന്നും സംസാരിക്കാമെന്ന് ഏട്ടൻ സമ്മതിച്ചു. പക്ഷെ അച്ഛൻ സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വൈകുന്നേരം പറഞ്ഞ സമയത്ത് ഏട്ടൻ വന്നു. ഭാഗ്യം ആള് ഫിറ്റല്ല. മീനാക്ഷി എനിക്ക് കെട്ടിച്ചു തരണം. വന്ന ഉടനെ കണ്ണേട്ടൻ അച്ഛനോട് ഇങ്ങനെ പറയുന്നത് കേട്ട് അച്ഛൻ നിന്ന് വിറച്ചു. സർക്കാർ ജോലിക്കാർ ക്യൂ നിൽക്കുമ്പോഴാ ഇവൾക്ക് വേണ്ടി. അപ്പോഴാ പേഴ്ച നടക്കുന്നു നിനക്ക്. ഉടനെ ഏട്ടൻ പോക്കറ്റിൽ നിന്നും ഒരു കത്തെടുത്ത് അച്ഛന് നേരെ നീട്ടി. വല്ല തെറിക്കത്ത് വല്ലമാണോ? പറയാൻ പറ്റില്ലേ. കണ്ണേട്ടൻ അതാ മുതല്. അച്ഛന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നപ്പോൾ എനിക്ക് എന്തൊരു ആശ്വാസം അനുഭവപ്പെട്ടു. ഇതിനിടയ്ക്ക് നീ ടെസ്റ്റൊക്കെ എഴുതിയോ? എഴുതി കുടിയും നിർത്തി. ഇനി എനിക്ക് തന്നൂടെ അവളെ? ദേ ഇവിടെ നിന്ന് നീട്ടി വിളിച്ചാൽ നിങ്ങൾക്ക് അവളെ കാണാം. വയസ്സം കാലത്ത് മരുമോന്റെ വീട് തേടി അലയുകയും വേണ്ട. നല്ല മനസ്സുണ്ടെങ്കിൽ എനിക്ക് കെട്ടിച്ചു തന്നേക്ക്. ഉള്ള പറമ്പും വിൽക്കേണ്ട, സർക്കാർ ജോലിക്കാരനെയും കിട്ടി. എന്നാൽ ഇതങ്ങ് ഉറപ്പിക്കുമല്ലേ? അച്ഛൻ ഒട്ടും വിഷുക്കൻ അല്ലാത്തത് കൊണ്ട് സംഗതി ആൾക്ക് ബോധിച്ചു. നിങ്ങളും നിന്നെ ജോലി കിട്ടിയ കാര്യം പറഞ്ഞില്ലല്ലോ എന്നോട്. അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഇനി എന്തെങ്കിലും ഉണ്ടോ ഇതുപോലെ? അത് പിന്നെ ഞാൻ കുടി നിർത്തിയെന്നു വെറുതെ പറഞ്ഞതാ. പോയിക്കണം. പ്രേമം കൊണ്ട് ചികിത്സിച്ചാൽ മാറുന്നതാണ് ഇത്തരം ചില അസുഖങ്ങൾ. പലരും തോറ്റുപോകുന്നതും ഇവിടെയാണ്. കള്ളും കഞ്ചാവും തൊട്ടുപോകുന്ന ഇങ്ങനെ ചില ലഹരികൾ ഉണ്ടെന്നിനി കഴിഞ്ഞല്ലേ? ഇതുവരെ കഴിഞ്ഞോ? കഥയ്ക്ക് പേര് കിട്ടിയില്ല. നമ്മളെ പറ്റി കഥ. എങ്കിൽ കുടിയന്റെ പെണ്ണ് എന്ന് മതി പേര്. വന്ന വഴി മറക്കുന്നവനല്ല ഞാൻ. ഓഹോ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്റെ കർത്താവേ, എന്റെ വിധി.